ഈ സജിന റസൂൽ പൂക്കുട്ടി ഫിറോസ് വിഷയമുണ്ടല്ലോ, വളരെ രസകരമാണ് കേട്ടോ. എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വിഷയം, ഈ സജിനയെ ഇവര് ഫിറോസിന് കെട്ടിച്ചു കൊടുക്കുന്നു, സജിനയുടെ മാതാപിതാക്കള്. സജിനയ്ക്ക് ഫിറോസ് പോരാ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോകുന്നു, ഇവരുടെ കൂടെ പോകുന്നു, മറ്റവരുടെ കൂടെ പോകുന്നു. എന്തായിരുന്നാലും അവരുടെ എണ്ണമെടുത്ത് അവരുടെയൊക്കെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് വിളിച്ച് അവരോട് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കുന്നത് സജിനയുടെ ഉമ്മയാണ്. അതിനാണ് രസകരം. ഒരു കള്ളവെടിക്കാരനെ വിളിച്ചിട്ട് ഉമ്മ മകളെ സംബന്ധിച്ച് സംസാരിക്കുവാണ്. അപ്പോ റസൂൽ പൂക്കുട്ടിയാണേ സജിനയുടെ കാമുകൻ. അപ്പൊ കാമുകൻ ഗർഭമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഗർഭത്തിന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങനെയാണ് ഇതായത് എന്നൊക്കെ ഈ ഉമ്മ മകളുടെ കാമുകനെ വിളിച്ച് സംസാരിക്കുകയും ഒടുവിൽ മകളുടെ കാമുകൻ പറയുന്നു ഭർത്താവിനെ ഒഴിവാക്കാനുള്ള പദ്ധതികൾ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ കേസ് കൊടുക്കേണ്ടുന്ന രീതി, ഫിനാൻസ് ഒക്കെ ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാളെ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. വിളക്കം പറഞ്ഞു ഒന്നും പോയി കഴിഞ്ഞ സജന, അതായത് മോളുടെ ആദ്യത്തത് അലസിപ്പോയി, രണ്ടാമത്തത് നിങ്ങൾ കൊണ്ടുപോയി അലസി, അല്ല ആദ്യത്തത് ഇവര് കൊണ്ടുപോയി അലസിപ്പിച്ചു, രണ്ടാമത്തത് ഓട്ടോമാറ്റിക് ആയിട്ട് അതങ്ങോട്ട് പോയി. അതിന് തോന്നി ഇവന്റെ മക്കളായിട്ടൊന്നും ജനിക്കണ്ടെന്ന് തോന്നിയിട്ട് അതങ്ങ് പോയി. മൂന്നാമതും ഇപ്പമായിട്ടുണ്ടല്ലോ ഒരു ഉമ്മയുടെ ഗതി. മോള് പിന്നെ എങ്ങനെ ആകാതിരിക്കുക? അപ്പോ എങ്ങനെയാണെന്ന് മനസ്സിലായേ? ഈ ഫലവൃക്ഷം കണ്ടാൽ ആ ഫലത്തിന്റെ വിധി പറയാമെന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ നമ്മളൊരു ധാരണയിൽ എത്തിയില്ലേ? ഇതാണ് സംഭവിച്ചത്. അപ്പോ മോളുടെ കാമുകനെ വിളിച്ച് സംസാരിക്കുവാണ് ഉമ്മ. രസകരമാണ്. ആ ഭാഗം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കിയേ, പറയൂ. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വിളക്കം പറഞ്ഞു ഒന്നും പോയി കഴിഞ്ഞ സജന, നീ ഇത് ഉണ്ടോന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പൊ നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതെ ഇപ്പം വീണ്ടും പോയി നിങ്ങൾ ഒന്നായോ? ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മ ഉമ്മി സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആന്നാന്ന് പറ. ശരിയായ രീതിയിലാണോ? എങ്ങനെ ഇത് രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും? മോളുടെ അവിഹിത ഗർഭത്തെ കുറിച്ചിട്ട് മരുമോനോട് ചോദിക്കുകയാണ്, അല്ല ഉമ്മിക്കിത് എന്താ അല്ല മരുമോൻ പറയാണ്, ഉമ്മിക്കിത് എന്താ തോന്നുന്നത്? ശരിയായ രൂപത്തിൽ തന്നെയല്ലേ ഗർഭമായത്? അല്ല ശരിയായ രീതിയിലാണോ? എങ്ങനെ ഇത് രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. രണ്ടുപേരും കൂടി ആണല്ലോ ഡിങ്കോഡാൽഫി. അതിന്റെ റിസൾട്ട് ആണല്ലോ സജനയുടെ വയറ്റിലെ 3 മാസം. അതിന്റെ എഫേർട്ട് എടുത്തതിനാണല്ലോ 3 കോടി ചോദിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഫിറോസിനെ ഒതുക്കണമല്ലോ. അതിനാണല്ലോ ഫിറോസ് പൈസ അല്ല, അതിനാണല്ലോ റസൂൽ പൂക്കുട്ടിയോട് 3 കോടി ചോദിച്ചിട്ട് റസൂൽ കുട്ടിയെയും പറ്റിച്ചത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഫിറോസിനെ പറ്റിച്ചിട്ട് റസൂൽ പൂക്കുട്ടിയുടെ പിന്നാലെ പോയി. അപ്പോ റസൂൽ പൂക്കുട്ടി വിചാരിച്ചു ഇത് തന്നെ സ്വർഗമെന്ന്. റസൂൽ പൂക്കുട്ടിക്ക് വിട്ടങ്ങോട്ട് താങ്ങി എളുപ്പമല്ലേ? റസൂൽ പൂക്കുട്ടിക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഫിറോസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ രൂപത്തിലുള്ള സാമ്പത്തിക സഹായവും പിന്തുണയും ഒക്കെ ഇയാളല്ലേ കൊടുത്തത്. അപ്പൊ പൂക്കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ സഹായിക്കാൻ വന്നൂടെ? ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഗെയിമേ ഒരൊന്നൊന്നര ഗെയിമാ. അടുത്തത് ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. അങ്ങനെ മെഡിക്കൽ വാപ്പയാണോ ആങ്ങളെയാണോ ഇനി അതല്ല കാമുകനാണോ എന്നൊന്നും അറിയാത്തൊരു വല്ലാത്തൊരു സജന പറയുന്നുണ്ട് കേട്ടോ. കുറെയൊക്കെ മുമ്പ് പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരി ഫിറോസ് ഖാനെതിരെ സ്വന്തം ചാനലിൽ ഒരു 47 മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറെ ഇതിനും പറയുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന ഫിറോസ് ഖാൻ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഖാനും സജനയും കൂടി സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് സജന കേൾപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ സജിത്വം അവിഹിതമാണ്. അതായത്
ഇയാള് തെളിവടക്കം ഇവളുടെ സകല കള്ളവെടിയും പിടിച്ച് പുറത്തിട്ടപ്പോൾ അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവളും വന്നു. റസൂൽ പൂക്കുട്ടി തമ്മിൽ അവിഹിതത്തിന്റെ കുറച്ച് ന്യായീകരണങ്ങളും പുള്ളിക്കാരി നിർത്തുന്നുണ്ട്. അതൊക്കെ മുട്ട കോമഡിയാണ് മക്കളെ, അതിലേക്കൊക്കെ നമുക്ക് വരാം. അതുകൂടാതെ ദിയാ സന എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെതിരെയും ചില ആരോപണങ്ങൾ പുള്ളിക്കാരി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും ഇതിനെല്ലാം അപ്പുറത്തേക്ക് പുള്ളിക്കാരി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഫിറോസ് ഖാനെതിരെ എന്റെ കയ്യിൽ ആ തെളിവുണ്ട്, ഈ തെളിവുണ്ട്, ഞാനത് നാളെ പുറത്തു വിടും, മറ്റന്നാൾ പുറത്തു വിടുന്നൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ തള്ളല് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് തെളിവുകൾ ഫിറോസ് ഖാനെതിരെ പുള്ളിക്കാരുടെ കൈവശമുണ്ടെങ്കിൽ അത് എന്നേ പുറത്തു വിട്ടേനെ അല്ലേ? കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഫിറോസ് ഖാൻ ഈ പറഞ്ഞ സജിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പുറത്തു വിട്ട് കഴിഞ്ഞു. സജിനയും റസൂൽ പൂക്കുട്ടിയും സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ്, സജിന റസൂൽ പൂക്കുട്ടിയോട് 3 കോടി രൂപ ആവശ്യപ്പെടുന്നതിന് വോയിസ് റെക്കോർഡ്, അതുകൂടാതെ സജിനക്ക് റസൂൽ പൂക്കുട്ടി അതെടുക്കാം. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാ എനിക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മേ. എനിക്ക് ഇനി എന്തായാലും ഞാൻ വേണ്ട. എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണം. എന്റെ പൊന്നും ഇല്ലല്ല അപ്പുറത്ത് തോന്നിയിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മേ. എനിക്ക് ഇനി എന്തായാലും ഞാൻ വേണ്ട. എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണം. എന്റെ പൊന്നും ഇല്ലല്ല അപ്പുറത്ത് തോന്നിയിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാള് വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇതിന്റെ കുറെ അല്ലല്ലല്ല അത് കുഴപ്പമില്ല. ഞാൻ അകത്ത് പോയി കടന്നു അത് കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. എനിക്ക് കുഴപ്പമില്ലല്ലോ. ഞാൻ എന്നെ അനുഭവിക്കുന്നത് അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല. ഇത് വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി സജിന അറിയാതെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് ഈ കൂട്ടുകാരുമായിട്ടുള്ള കോൺവെർസേഷൻ എൻ്റെ ഉണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത് കേസ് ഞാൻ ഏതെങ്കിലും ഡോക്ടർ നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നൊരു പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം അതാകുമ്പോൾ വീട്ടിൽ ഞാൻ പറയട്ടെ, ഞാൻ എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. റസൂൽ പൂക്കുട്ടി പറയാണ് എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും ഒക്കെ വിളിച്ചിട്ട് ഈ ഗർഭകഥകളും അവിഹിത കഥകളും ഒക്കെ പറഞ്ഞു. സജനയുടെ ഉമ്മയുടെ അധ്യക്ഷതയിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിയാണ്, ഞാൻ ആദ്യം കളിച്ചതിലൊരു കുട്ടിയുണ്ടായി, അത് ഞങ്ങൾ അബോർട്ട് ചെയ്തു. രണ്ടാമത് കളിച്ചപ്പോൾ വീണ്ടും കുട്ടിയുണ്ടായി, അത് സ്വതവേ പോയി. മൂന്നാമത് കളിച്ചപ്പോൾ അടുത്ത കുട്ടിയുണ്ടായി. അതിനകത്തൊരു 3 മാസം ആയി കുട്ടിക്ക്. ഭാര്യ അറിയണമെന്നാണ് പറയുന്നത്. ഭാര്യ അറിയിക്കണ്ടെങ്കിൽ 3 കോടി രൂപയാണ് ആവശ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പോൾ റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ, സജനയുടെ ഭർത്താവ്, റസൂൽ പൂക്കുട്ടിയുടെ മാതാപിതാക്കൾ, സജനയുടെ മാതാപിതാക്കൾ. എന്താ സീനല്ലേ? മുന്നോട്ട് കൊണ്ടുപോകാൻ ടോക്സിക്കിന്റെ ഹൈ സ്റ്റേറ്റിലാണ്. ഞാൻ എന്റെ വൈഫിന്റെ വൈഫിനോട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു. എനിക്കിനി അതിനൊരു ബാഡ് ബ്ലഡ് വേണ്ട. ഈ വിഷയം അറിഞ്ഞിട്ട് ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ സജനയെ വിളിച്ചു. അതായത് ഒരിക്കലും ഇവിടെ ഇത്രയും ക്രിമിനൽ ആണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ കള്ളം പറയാൻ പറ്റും ഒരു മനുഷ്യന് സമൂഹത്തോട്? അത് ഒരു എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. കള്ളം പറയണത് മാത്രമാണോ? ഇദ്ദേഹം എന്റെ വാപ്പയ്ക്ക് തുല്യമാണോ, കാമുകനാണോ, അതോ സഹോദരനാണോ എന്നറിയില്ല. അയാളുടെ ഗർഭവും ചുമന്നു. അല്ല സജന, നിങ്ങളുടെയൊക്കെ കുടുംബ പാരമ്പര്യം ഇങ്ങനെയാണ്? വാപ്പയുടെ മക്കളെയൊക്കെ നിങ്ങൾ ചുമക്കുവോ? ഞാൻ പറഞ്ഞതല്ലേ? ആള് തന്നെ പറഞ്ഞതാണ്. എവിടെ കൈസ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നില്ലേ? ആ ഭാഗമാണ്. നോക്കിക്കോ, ആള് തന്നെ പറയാണേ. പറ. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല മോളെ, വാപ്പ ഉണ്ടാക്കിയ ഗർഭത്തിലാണോ വെച്ചത് നീ 3 കോടി രൂപ ചോദിച്ചത്? നീ തന്നെ ചോദിക്കുന്ന വീഡിയോ തന്നെയല്ലേ അത്, ഓഡിയോ? നിന്റെ ആദ്യത്തെ ഭർത്താവായിട്ടുള്ള ഫിറോസ് തന്നെയല്ലേ അത് പുറത്തു വിട്ടിരിക്കുന്നത്? 3 കോടി രൂപ ചോദിക്കുന്ന വീഡിയോ. മനുഷ്യന് സമൂഹത്തോട് അത് ഒരു എല്ലാം ഓപ്പോസിറ്റ്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാ എനിക്ക് ഇങ്ങനെ ഇല്ലില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മനെ. എനിക്ക് ഇനി എന്തായാലും ഞാൻ വേണ്ട. എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണം. എന്റെ പൊന്നും ഇല്ലല്ല അപ്പുറത്ത് തോന്നിയിരിക്കും. അപ്പയൊക്കെ ഇങ്ങനെന്നൊക്കെ പറയാന്ന് വെച്ചാൽ മോശമല്ലേ? ഒന്നും അല്ലെങ്കിൽ ഗർഭം ഉണ്ടാക്കി തന്നതല്ലേ 3 വട്ടം? പറ്റും ഒരു മനുഷ്യന് സമൂഹത്തോട്. അത് ഒരു എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലാണ്. അതായത് വീടായിൻ്റെ കാര്യമായിക്കോട്ടെ, ബൈക്കിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ബോക്സ് ആയിക്കോട്ടെ, പ്രണയത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം ഒരാൾക്ക് ലോകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കല്ല് വെച്ച് നമ്മളൊന്ന് എന്ത് തന്മയത്തോടെ ഇത്ര നല്ല അഭിനേത്രിയാണ് നമ്മുടെ ജീവിതത്തിൽ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നാം തരം കേട്ടോ, അങ്ങനെ അവൾ വന്നത് പറയുമ്പോൾ ഞാൻ ശരിക്കും അപ്സെറ്റ് ആയിപ്പോയി. കാരണം ചെറിയ കാര്യമല്ലല്ലോ, ഈ കുഞ്ഞിനെ ബാധിക്കില്ല. കുഞ്ഞിൻ്റെ തന്ത ഇങ്ങനെയുള്ളവരാണെന്നുള്ളത് കള്ളക്കഥയിൽ കൂടിയാലും ജനം വിശ്വസിക്കത്തില്ലേ. ഞാൻ ഉടനെ സജിനെ വിളിക്കുകയാണ്. ഈ വിളിക്കുമ്പോൾ ഉള്ള രസം എന്ന് പറയുന്നത് നമ്മൾ അപ്സെറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. അല്ല ഫിറോസ്, ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. ഭാര്യ കാമുകന്റെ കൂടെ പോയി 2-3 തവണ ഗർഭിണിയായി.
കോടിക്കണക്കിന് രൂപ അതിനാവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലെ നീ പിന്നെയും എന്തുണ്ടാക്കാനായിട്ടാണ് അവള് തിരിച്ചു വിളിക്കാൻ പോയത്? അവിടെ ഉണ്ടല്ലോ കുഴപ്പങ്ങൾ. മൈൻഡ് ഔട്ടായി എന്ന് വിളിക്കുന്നത് ഈ സമയത്ത് അവള് ഓരോ പുതിയ കഥ ഈ മറ്റേ പിള്ളേരെയും അവരെയൊക്കെ വിളിച്ചാണ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. അതായത് നിങ്ങൾ അതായത് ഞാനൊരു കാര്യം ചെയ്തു അങ്ങോട്ട് പറഞ്ഞു കേൾക്കുന്നില്ല, നമ്മളതൊന്നും ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ. കേട്ടോ ഇനി ഇതിലൊരു നായകന് പുള്ളിക്കാരി മറുനാട് മലയാളിയിൽ കൊടുത്ത പോഡ്കാസ്റ്റിൽ നടക്കുന്നുണ്ട്. മുട്ട കോമഡിയാണ് മക്കളെ, നമ്മൾ തന്നെ നോക്കാം. ഇപ്പം കണ്ടൊരു വീഡിയോ അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടെന്ന് വെച്ചാൽ ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു ശരി, പണിഷ്മെന്റ് പോയി കൊടുത്തതാണല്ലേ, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രൊഡ്യൂസറുടെ കൂടെ ഇറങ്ങി പോയതല്ല, പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തതാണല്ലേ, ഞങ്ങൾ വിശ്വസിക്കും. എന്നാൽ ഇത് വല്ലാത്തൊരു തരം പണിഷ്മെന്റ് ആയി പോയി കേട്ടത്. പലതരത്തിലുള്ള ഒരു പണിഷ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കാണുന്നത്. സ്വന്തം ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മറ്റൊരു കൂടെ ഇറങ്ങി പോവുക, എന്നിട്ട് ഭർത്താവിനെ വേണ്ട എനിക്ക് അവനെ മതി എന്ന് പറഞ്ഞൊരു മുദ്രപത്രത്തിൽ എഴുതുന്ന വീഡിയോ ക്ലിപ്പ് ഭർത്താവിനെ അയച്ചു കൊടുക്കുക. എന്ത് തരം സ്വീറ്റ് ആയിട്ടുള്ള റിവെഞ്ച് അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു റിവെഞ്ച്? അത് ഇവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ സജന താത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കി ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ അവർ കുഞ്ഞുമായി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാൻ ഇങ്ങനെയാണ്, അവർ ആനിയുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞുമ്മ, ആന്റി, മാമി, ഉമ്മ, വാപ്പ, സഹോദരങ്ങള്, സുഹൃത്തുക്കള്, ഇവരോട് എല്ലാവരോടും ഈ അവിഹിതത്തിന്റെ കഥകൾ സജന പറഞ്ഞു കഴിഞ്ഞു. എന്തായിരിക്കും പറഞ്ഞിരിക്കുക? ഫിറോസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയാളുടെ കൂടെ പോയി ഗർഭിണിയായി. വില പേശുന്ന ഓഡിയോ ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിന് ഇട്ട് കൊടുത്തു. കൊള്ളാതെ, എൻ്റെ ഉമ്മയാണ് മീഡിയേറ്റർ. ആഹാ, സൂപ്പർ, അടിപൊളി. നാനിയുടെ വിളിച്ചാൽ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം എനിക്ക് അടുത്തു. ഞാൻ പക്ഷെ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിച്ച എന്റെ വേദന എന്റെ വീട്ടിൽ അവർ കുഞ്ഞുമായി വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാൻ ഇങ്ങനെയാണ്, അവർ ആനിയുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിറോസ് നാനിയുടെ അടുത്ത് വിളിച്ചാൽ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം എനിക്ക് അടുത്തു. ഞാൻ പക്ഷെ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിച്ച എന്റെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കും. അല്ല, ഇയാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വേറെ മറ്റൊരുത്തന്റെ ജീവിതം തകർക്കാനല്ലേ പോയത്? എന്നിട്ട് അവന്റെ ജീവിതം തകർത്തിട്ട് അവനുമായിട്ടുണ്ടായ ഒരു വീഡിയോ എടുത്തിട്ട് ആദ്യത്തെ ഭർത്താവിന് ഇട്ട് കൊടുക്കാം. പ്രതികാരം ഈ പറഞ്ഞ സാധനങ്ങളായിട്ട് ഇയാൾ ടോർച്ചർ ചെയ്യുവായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് എനിക്ക് വേണ്ട നിങ്ങൾ ഇറങ്ങിപ്പോ അപ്പൊ പറഞ്ഞു സത്യം അല്ല, അത് അങ്ങനല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അടുത്തൊരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. വേണ്ടാന്ന് വെച്ച് പോയത് തന്നെ. കൊച്ചേ, ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത്? കെട്ടിയോൻ ഉണ്ടായിരിക്കെ, കെട്ടിയോന്റെ കൂടെ ജീവിച്ചോണ്ടിരിക്കെ വേറൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് കെട്ടിയോൻ ആ ഓഡിയോയും വീഡിയോയും ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ പറയാണ് കെട്ടിയോനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ? ഒന്ന് പോവച്ചേ. അത് ഞാൻ ഇല്ലാതെ ഒരിക്കലും ഇല്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരെ വിളിച്ച് കരച്ചിൽ വർക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിലാണ്, അതായത് ഇവൻ എന്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ. ജീവിതമല്ല, ജീവിക്കാനല്ല, ഇതിനുള്ള ഒരു പണിഷ്മെന്റ് പോലെ. ജീവിക്കാനല്ല കേട്ടോ, ഭർത്താവിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വാപ്പയുടെ ഗർഭവും പേറി മകൾ വാപ്പയോട് ബാർഗെയിൻ ചെയ്തിട്ട് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത്? നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളൊന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നു. അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം നീ ഫുൾ ഇടാൻ പറയാൻ. ഞാൻ കാര്യം അത് തന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ എനിക്ക് വേണ്ട എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുന്ന സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ട് കൊടുത്ത സാധനമാണത്. കാരണം നമ്മൾ പറയത്തില്ല കേട്ടോ, എന്താ പറയാ, അത് ഞാൻ പറഞ്ഞത് നമ്മുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മൾ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് ഭർത്താവുമായി കുട്ടികളെയും കൊണ്ട് പിണങ്ങി ഇറങ്ങിപ്പോയിട്ട് മറ്റൊരുത്തനാണ് കാമുകൻ, ഞാൻ അവന്റെ കൂടെ ജീവിക്കാൻ പോകുകയാണെന്നും പറഞ്ഞ് അവനുമായിട്ടൊരു കരാറുണ്ടാക്കുന്ന ഒരു വീഡിയോ ഭർത്താവിന് ഇട്ടുകൊടുത്തിട്ട് അത് പിടിക്കപ്പെട്ട് ആ കള്ളവെടിയെ കുറിച്ചിട്ട് ആദ്യത്തെ ഭർത്താവ് എടുത്ത് പുറത്ത് വീഡിയോ ചെയ്തപ്പോ പറയാണ്, ഓ എന്റെ പൊട്ട പുതിക്കാൻ ചുമ്മാ ഇതാണ്. ശരിയെന്നാ പണി കൊടുക്കാനുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാണെങ്കിൽ നമുക്ക് വേറെ ആളുമായിട്ടൊരു ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പോൾ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ആൾക്ക് നമുക്ക് കുറെ ക്രൂരത നമ്മളോട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് വന്നു. ആ അറ്റാച്ച്മെന്റിന് പുറത്ത് ആൾ കൂടെ ഇറങ്ങി പോയി, ഒളിച്ചോടി പോയി. അതാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ ഇവിടെ റിവെഞ്ചും പണിഷ്മെന്റ് ഒന്നുമല്ല. ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരുത്തന്നെ കൂടെ ഇറങ്ങി പോയതാണ്. അവസാനം അവരെ മടത്തിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് അധികം നായകനായിട്ട് പറയാണ് എന്റെ ഭർത്താവിനെ ഞാൻ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്, പണിഷ്മെന്റ് ആയിട്ട് ചെയ്തതാണ്, പ്രാങ്ക് കൊടുത്തതാണെന്നൊക്കെ. ഏതാ ടീം ഇഷ്ടം? ബാക്കി പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്റെ കൊച്ചു പ്രായമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ആരെങ്കിലും പഞ്ചായത്ത് നമ്മൾ കാമഭ്രാന്ത് മൂത്തിറങ്ങി പോയതല്ല. അത് നീ സമ്മതിച്ചല്ലോ. അതിന് പിന്നാലെയാണ് നീ ഇറങ്ങി പോയത്. അതാണ് സത്യാവസ്ഥ. അല്ലാണ്ട് പണിഷ്മെന്റ് പുണിഷ്മെന്റ് ഒന്നും അല്ല. പക്ക മറ്റൊരുത്തന്നെ ഉള്ള ഒളിച്ചോട്ടോ, അത്ര മതി. ഓവർ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടോ. ബാക്കി പറഞ്ഞാലും അല്ലല്ല, മലപ്പുറം ഏരിയയിലായിരുന്നു. അങ്ങനെ ഒരു നിങ്ങൾ അങ്ങനെ പോയെങ്കിൽ വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോകും. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ച് പുള്ളി കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു. അതെല്ലാം പ്ലാൻഡ്. ആലോചിച്ച് നോക്കിയ ആള് എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം എല്ലാ അവിഹിതങ്ങളും.
ഇപ്പോൾ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇയാൾക്ക് വേറെ പെണ്ണൊന്നും കിട്ടാത്തതുകൊണ്ട് ഇയാൾ കരഞ്ഞ് വിളിച്ച് വീണ്ടും ഇവളുടെ പിന്നാലെ പോയി. നീ ഏവൻ്റെ കൂടെ പോയാലും എനിക്ക് കുഴപ്പമില്ല, ഞാനിത് കഴിഞ്ഞതെല്ലാം ക്ഷമിച്ചു, ഒന്ന് കുളിച്ച് നനച്ച് വൃത്തിയായാൽ മതി, തീരാവുന്ന വിഷയമേ ഉള്ളൂ, ഇങ്ങോട്ട് വായോ എന്ന്. ശരി, പ്രാങ്ക് ആയിരുന്നു ഗൈസ്, എന്റെ ഭർത്താവിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു ഗൈസ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് വിശ്വസിച്ച് കാണുമല്ലോ അല്ലേ? ബാക്കി പറഞ്ഞല്ലോ. എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ആക്ച്വലി എന്റെ ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണ് അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. അതെ, പുള്ളിക്കാരൻ സീരിയസ് ആണെങ്കിലും ഞാൻ വെറുതെ കൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഇറങ്ങി പോയ ആളുടെ പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും ഇല്ല. മൂപ്പർക്ക് എന്നോട് ഒരു പ്രണയം ഉണ്ടായി. ആ പ്രണയം മുതലാക്കി എന്റെ ഭർത്താവിന് ഒരു പണിപ്പേര് കൊടുക്കാൻ വേണ്ടി ഞാൻ മൂപ്പര് കൂടെ ഇറങ്ങിപ്പോയി. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയെന്ന് തോന്നുമല്ലോ. ഫിറോസിനെക്കാട്ടിലും നല്ല സാധനമാണ് അവന്റെ കയ്യിലെന്ന് തോന്നിയപ്പോൾ അവന്റെ കൂടെ പോയി. അവനുമായിട്ട് ഇടപെട്ടപ്പോഴാണ് ഇത് ഫിറോസിന്റെ അത്രയ്ക്കൊന്നും പോരാന്ന് തോന്നിയപ്പോൾ തിരിച്ചു വന്നു. അതാണ് സത്യം. എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം കിട്ടാൻ ഒരാളെ ഞാനത് ഒരാളെ ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അന്നേ നമ്മൾ അതെല്ലാം അന്നേ വിട്ട കാര്യം. സ്ക്രിപ്റ്റഡ് ആണെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നത്? അപ്പൊ ആളുണ്ടായിരുന്നല്ലേ ഗള്ളി? എന്ത് കേസ്? അയാൾ എന്ത് പറഞ്ഞ് സജനക്കെതിരെ കേസ് കൊടുക്കും? എന്റെ കൂടെ എടുത്തോടി പോയ പെണ്ണ് മാനസാന്തരം വന്ന് തിരിച്ച് ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ പോയെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കേണ്ടത്. അവിടെ കേസ് കൊടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ലെന്ന്. ഇവിടെ അവന്റെ കൂടെ ഇറങ്ങി വന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് തേച്ചിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. അത്രേ ഉള്ളൂ. ഇതിൽ കേസ് കൊടുക്കാനുള്ള വകുപ്പൊന്നുമില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് സജിൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഫിറോസ് ഖാൻ വെറുതെ വീട്ടിൽ കുത്തിരിപ്പാണ്, ഒരു പണിക്ക് പോകത്തില്ല. ഞാനായിരുന്നു ആ സമയങ്ങളിലെല്ലാം പണിക്ക് പോയി കുടുംബം നോക്കിയിരുന്നത്. കുഞ്ഞുങ്ങളുടെ ചെലവ് പോലും പുള്ളിക്കാരി മര്യാദക്ക് നോക്കത്തില്ല. അതുകൂടാതെ മൂപ്പർക്ക് എപ്പോഴും എന്നെ സംശയരോഗമാണ്. പണ്ട് നമ്മൾ രണ്ടാളും ബിഗ് ബോസിൽ പോയ സമയത്ത് അവിടെ അവിഹിതവും ചെയ്തിട്ടേ ഇപ്പൊ പറയാണ് എന്നെ സംശയമാണെന്ന്. നീ കൊള്ളാലോ വെച്ചേ. പിന്നെ ഈ കൊച്ചിൻ്റെ ഉമ്മ ഈ കൊച്ചിൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. പിന്നെ ഏതോ ഒരു അനിയൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്, കുറച്ച് കൂട്ടുകാരുണ്ട്, ആൻറ്റിയുണ്ട്, മാമിയുണ്ട്, കുടുംബം മൊത്തം പോക്ക് കേസാണല്ലയോ. ഇനി അടുത്തത് കൃത്യമായൊരു സംശയമാണ്. ഈ പെണ്ണ് ഒരു മുസ്ലിം കൾച്ചറിലുള്ള ആളാണ്. ഇനി മതത്തിൽ നിന്നും പുറത്തു പോയി എന്നവരെ ഡിക്ലെയർ ചെയ്യാത്തിടത്തോളം നമുക്കിങ്ങനെ പറയാൻ തരമില്ല. ഒരുത്തൻ്റെ ഭാര്യയായിരിക്കെ മറ്റൊരുത്തൻ്റെ ഭാര്യയുമായിട്ട് ലിവിങ് ടുഗദറിലാണ് കഴിഞ്ഞത്. ഇവര് മതപരമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ടുമില്ല, ഇയാളെ വിട്ട് നിക്കാഹ് കഴിച്ചിട്ടുമില്ല. ആ പെണ്ണ് തന്നെ പറയൂ. അത് ഈ മാരേജിന് ശേഷം കുറെ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞും പ്ലസ് എന്റെ കുഞ്ഞും കൂടെയാണ് ഇതിനകത്ത് അനുഭവിച്ചിട്ടുള്ളത്. സജനയുടെ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമല്ലേ ഈ രണ്ടാം വിവാഹത്തിന് ഇദ്ദേഹം വിവാഹബന്ധം വേർപെടുത്താതാണോ? അതായത് പുള്ളിക്കാരൻ ഈ പള്ളിയിലെ ലീഗൽ മാരേജ് ഒന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു കൺവീൻസ് ചെയ്താൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എനിക്ക് അതൊന്നും താല്പര്യമില്ല, എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല, അവിശ്വാസിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അദ്ദേഹം പള്ളി പോകുക അങ്ങനെ ഭക്തിയൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇപ്പോഴും ഇല്ല. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് താമസിക്കാൻ നേരം അങ്ങനൊന്നുമില്ല. പുള്ളി പറഞ്ഞ ആ ഒരു കാര്യം ശരിയായിരുന്നു അല്ലേ? അതെ, വിശ്വാസം ഓവറായിട്ടും ഇല്ല, എന്നാൽ ഇല്ലായികയില്ല, അങ്ങനെ ഒരു പ്രത്യേക കടുത്ത മതവിശ്വാസി. അതെ അതെ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെന്താ പറഞ്ഞു, എന്നാൽ ശരി, എന്നാൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്നുള്ള പറഞ്ഞു. പുള്ളി തന്നെ ഒരു കുറേ പുസ്തകം നമുക്ക് പള്ളിയിൽ നമുക്ക് നിക്കാഹ് നടത്തണമെന്ന് നമ്മൾ ആഗ്രഹം. കാരണം പുള്ളിയുടെ പള്ളിയിൽ നിന്നും നമ്മളെ പള്ളിയിൽ നിന്നും ആൾക്കാർ വന്നിട്ട്, പുള്ളിയുടെ പള്ളിയിൽ നിന്നല്ല, പുള്ളി എവിടുന്ന് ഒരു കുറച്ച് ഉസ്താക്കന്മാരെ വിളിച്ചിട്ട് നിക്കാഹ് പോലെ വീട്ടിൽ വെച്ച് നടത്തിയിട്ടാണ് നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ മാരേജ് ചെയ്തത്. അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ പള്ളിക്കാരെ നമ്മൾ അടുപ്പിക്കാനെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. ആക്ച്വലി പിന്നെയാണ് നമ്മൾ അറിയുന്നത്. പള്ളിക്കാരൻ രണ്ടുപേരും കൂടെ അറിയുമ്പോഴാണ് ഇവരുടെ പുള്ളിക്കാരി തൃശ്ശൂർ ആ ഏരിയയിലോട്ടാണ്. അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നുള്ള പള്ളിക്കാരൻ വരുമ്പോഴാണ് ഇവരുടെ മാരേജ് ഓൾറെഡി കഴിഞ്ഞിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് മേടിച്ചിട്ടില്ല എന്നുള്ള സംഭവം നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇതിൽ രസകരമായ ഒരു വസ്തുതയും ചിന്തിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യവും ഫിറോസ് പറഞ്ഞതിനെല്ലാം ഫിറോസ് ഓഡിയോ റെക്കോർഡുകൾ തെളിവായിട്ട് പബ്ലിക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സജിന ഇതെല്ലാം വാക്കാൽ പറയുകയല്ലാതെ തെളിവുകളില്ല. നോക്കിക്കാം. ാലും കൂടുതൽ അറിയാതെ ഇരിക്കാം. ഞാൻ അന്നേരം നേരെ എടുത്ത് റെക്കോർഡിംഗ് ഓപ്ഷൻ നോക്കി. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് കുറെ ഈ റെക്കോർഡിംഗ് ഉള്ളത് പുള്ളിക്കാരൻ അറിയത്തില്ലായിരുന്നു. ഓൾറെഡി അതല്ല, അങ്ങനെയല്ല, ആ ഫോണിലുള്ളത് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഫിറോസ് ഖാൻ അത് അറിയത്തില്ല. പക്ഷെ ഡിലീറ്റ് ചെയ്തിട്ടേ ഇല്ല ആ സാധനം. ഈ സാധനം എടുത്ത് ഓപ്പണിലേക്ക് ഞാൻ അവരുടെ വീട്ടിലാണ്, മോനെ എടുത്ത് ഞാൻ അവരുടെ ഉമ്മടുത്തും അവരുടെ കുഞ്ഞുമ്മ എല്ലാവരും ഉണ്ട് താഴെ. അവിടെ എല്ലാവരും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഞങ്ങൾ പേഴ്സണലായിട്ട് മേളിലും സംസാരിക്കണം. ഫോണിൽ എടുത്തിട്ട് ഞാനിത് കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത വൃത്തികെട്ട, അതായത് ഇന്നലെ വന്ന് ഞാൻ നിന്നതുപോലെ എന്ന് പറഞ്ഞ് ഭയങ്കര സെക്സി സംസാരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ നിലവിളിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും എല്ലാം വന്ന് അങ്ങനെ അവരുടെ വീട്ടുകാരും ഉമ്മ എല്ലാവരും ഇങ്ങനെ കയറി വന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഉമ്മിച്ച് അന്ന് എന്തുകൊണ്ട് അങ്ങനെ അയക്കാൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളെന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു വോയിസ് റെക്കോർഡ് കുഞ്ഞുമായി കേൾപ്പിച്ചു. അവർ പറഞ്ഞു എനിക്ക് ഇതൊന്നും കേൾക്കണ്ട, അവർക്കാണ് അവരുടെ മോൻ്റെ വാക്കുകളല്ലേ, അത് കേൾക്കണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഉമ്മച്ച് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, നീ ആയിട്ടിരുന്നായിരുന്നെങ്കിൽ അവനെ പോകത്തില്ലായിരുന്നു. പെണ്ണുങ്ങളെ കഴിവേടാണ് ആണുങ്ങൾ എങ്ങനെ പോകുന്നത്. അല്ല, എൻ്റെ അമ്മയല്ല, ഫിറോസിന്റെ. അപ്പൊ അതും കൂടെ ഞാൻ കേട്ടപ്പോ എനിക്കറിയത്തില്ല ചേട്ടാ, എനിക്ക് ജീവിക്കണോ മരിക്കണോ ഒന്നും അറിഞ്ഞൂടെ. കാരണം പുള്ളിക്കാരനിൽ എന്ത് തെറ്റുണ്ടെങ്കിൽ ഇവര് ഫിറോസ് ഇപ്പൊ പറഞ്ഞല്ലോ, ഫിറോസിന് റസൂൽ പൂക്കുട്ടിയും പിന്നെ സജനയുടെ ഉമ്മയും തമ്മിലുള്ള വോയിസ് റെക്കോർഡാണല്ലോ പുറത്തു വിട്ടത്. അതിന് തെളിവുണ്ട്. അതുകൊണ്ട് പാരലായിട്ടൊരു കഥ
സജ്ജന മറുനാടൻ മലയാളിയിൽ ഇരുന്നങ്ങോട്ട് ഉണ്ടാക്കി. ഫിറോസ് വേറൊരു പെണ്ണുമായിട്ട് അവിഹിതത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അവർ തമ്മിലുള്ള സെക്സ് ചാറ്റുകളൊക്കെ റെക്കോർഡിംഗ് ആയിട്ട് കോൾ റെക്കോർഡിംഗ് സജ്ജനയുടെ കയ്യിൽ കിട്ടി. അപ്പം സജ്ജന ഒരു മധുര പ്രതികാരം തിരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതേ പാരലായിട്ട് സജ്ജനയും മറ്റൊരാളിൻ്റെ കൂടെ പോയി. ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ച് പുള്ളിക്കാരൻ കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എന്റെ അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നു. ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ചേട്ടന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. ഞാൻ എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം കിട്ടാൻ ഞാൻ അത് ഒരാളെ ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. ഒന്നുമില്ല, അവര് അന്നേ നമ്മൾ അതെല്ലാം അന്നേ വിട്ട കാര്യം ഒന്നുമില്ല. അത് ആ സംഭവം എങ്ങനെയുണ്ട് കേസ് കൊടുക്കണം. എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് വേറെ ഒരു അവിഹിതം തേടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കേസ് എന്തോ ചോദിക്കുന്നു. ഞാൻ തിരിച്ചു വന്നു ഇങ്ങോട്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു അതൊരു ഷൂട്ടിന്റെ പർപ്പസ് ആയിട്ട് പോയ സാധനമാണത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമിന് ഷൂട്ടിനായിട്ട് പോയതാണ്. കാരണം ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോഴും അവരെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് അറിയാം ഇതിന്റെ കഥകൾ മൊത്തം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എൻ്റെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഓക്കെ പറഞ്ഞത് അവര്. പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഞാൻ അതില്ലാന്നും പറയുന്നില്ല. അവിടെ എനിക്കൊരു ഇഷ്ടവും അവിടെ പുള്ളിക്കാരന് ഒരു ഇഷ്ടം തോന്നി, പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നിയായിരുന്നു. പക്ഷേ പോയതേ അല്ല, ആ സാധനം ഉണ്ടാക്കിയത് തികച്ചും നമ്മളൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഒരിക്കലും പോകാൻ വേണ്ടിട്ടോ, കാരണം ലീഗലി കല്യാണം കഴിച്ച ഒരാളെ ഡിവോഴ്സ് ചെയ്യാതെ ഒരാളോട് പോകാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇയാളെ പോയിട്ടല്ലേ വെച്ച് അവീത ഗർഭമുണ്ടാക്കിയിട്ട് നീ 3 കോടിയൊക്കെ ചോദിക്കുന്നത് ഈ കേരളം മൊത്തം കേട്ടത്. എന്നിട്ട് ഒരു ലെവലേശം ഉളുപ്പൊക്കെ കാണിച്ചുകൂടെ കൊച്ചി? ഇതൊക്കെ എല്ലാവരും കേട്ട സംഗതികളല്ലേ. അയ്യോ, നാണം കെട്ട കഥകൾ. നന്ദി.